ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ. ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ തട്ടുകടയിലൊക്കെ വെക്കുന്ന മീൻ കറി, അതും വെറൈറ്റി ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയല മീൻ കറി റെഡിയാക്കാൻ നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സബോളയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിൽ ഉള്ളിയില്ല, അപ്പം ഞാൻ സബോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ തക്കാളി ചെറുതായി അരിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, ആ ഒരു എണ്ണയുടെ ഇതിൽ വേണ്ടിയിട്ടാണ് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിന് ശേഷം മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടിയിലാണ് ഞാൻ കുക്ക് ചെയ്യണത്. അപ്പോൾ ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സബോളയും പിന്നെ 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എരിവുള്ള പച്ചമുളകായ കാരണം ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായി ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ ഒരു പച്ച ചൊയ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം കുടംപുള്ളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളമില്ലേ, ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ കുടംപുള്ളി അടക്കം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിയിൽ എന്തരം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ താല്പര്യം, കട്ടിയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കട്ടി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ തയ്യാറാക്കുകയാണെന്നുള്ള നല്ല കുറുകിയിട്ട് തന്നെ ചാറുണ്ടാവട്ടെ. നമ്മൾ തേങ്ങ കരച്ച് വെക്കുന്ന ആ കറിയുടെ ഒരു ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക കേട്ടോ. ഇനി നല്ലപോലെ തന്നെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കാച്ചാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം സബോള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായി നമുക്കിതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. പിന്നെ തീയൊന്ന് നമുക്ക് കുറച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ താളിപ്പ് നമുക്കൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇനി വേഗം ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തൂസ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കാലത്ത് ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. അവൾക്ക് ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര ജലദോഷം, മൂക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര കരച്ചിലും വാശിയൊക്കെ. സുഡും ഇതിലൊന്നും വിളിച്ചിട്ട് അവരെ കൂടെ ഒന്നും പോകുന്നില്ല കേട്ടോ കളിക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞാൻ അടുപ്പിൻ്റെ അവിടേക്ക് ഇരുത്തി ചായയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ സമ്മതിക്കണില്ല. എന്തായാലും കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ചുട്ടെടുക്കാനില്ലുള്ളൂ. അപ്പോൾ അതൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം, അത് നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളത്തിൽ
ഗോതമ്പ് പൊടിയിൽ ആട്ടപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും കുഴച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി കല്ലുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പാത്രത്തിലിട്ട് കുഴയ്ക്കുന്നത് മാത്രമല്ലാണ്ട് തന്നെ ആ കല്ലുമ്മ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ചപ്പാത്തി റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചപ്പാത്തി റെഡിയാക്കി ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിലിട്ട് കുഴയ്ക്കുന്നത് പോരാണ്ട് തന്നെ നമ്മൾ കല്ലുമ്മലായാലും അല്ലെങ്കിൽ നമ്മുടെ ടൈലുമ്മലായാലും നമുക്കത് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുക്കുന്ന സമയത്ത് കൈ വെച്ച് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.